ട്രംപിന്റെ അന്ത്യശാസനം തള്ളി ഇറാൻ. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ്. ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് ഇറാൻ അവകാശപ്പെട്ടു. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചയുമായി തുർക്കി രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് IRGCയുടെ പ്രതികരണം. ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ്. പിന്നാലെ ഇറാനെതിരുള്ള ഭീഷണികൾ സധൈര്യം നേരിടുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം പുറത്തുവന്നു. ഭീഷണികൾ രാജ്യത്തെ ഒന്നിപ്പിക്കും, ശത്രുരാജ്യങ്ങൾക്കൊഴികെ ഹോർമുസ് തുറക്കുമെന്നും എക്സിലൂടെ പെസഷ്കിയാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാൻ മരിച്ചെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇനി അമേരിക്കയുടെ ശത്രു ഡെമോക്രാറ്റിക് പാർട്ടിയാണെന്നും ട്രംപ്. ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഹ്വാനം ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസിന്റെ തെക്കൻ തീരത്ത് വെച്ച് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം തകർത്തെന്ന് അവകാശപ്പെട്ട ഇറാൻ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. പശ്ചിമേഷ്യൻ യുദ്ധം അപകടകരമായ ഘട്ടത്തിലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാന ചർച്ചയുമായി തുർക്കി രംഗത്തെത്തി. ഇറാൻ, ഈജിപ്ത്, US, യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി തുർക്കി ചർച്ച നടത്തി. അമേരിക്കയുടെ നിലപാട് സുപ്രധാനമെന്നും തുർക്കി. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24.